പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് 5ാമത്തെ ക്ലോസ് വായിക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ചു നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും അറിഞ്ഞോട്ടെ, എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വാട്ടർ പമ്പ് വാങ്ങുമ്പോൾ, വെള്ളം അടിക്കുന്ന ഒരു പമ്പ് സെറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ വാറണ്ടിയും അതിൻ്റെ വാറണ്ടി കാർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വന്നേക്കാവുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പലരും ഓൾറെഡി ഇപ്പോൾ ഒരു മോട്ടോർ വാങ്ങിച്ചിട്ട് നിങ്ങളൊരു സർവീസിന് വേണ്ടി അവരെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ഫേസ് ചെയ്തേക്കുന്ന ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അവരതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിന്ന് കമ്പാരിസനായിട്ട് എടുത്തേക്കുന്ന ഒരു 5 ബ്രാൻഡുകളുടെ വാറണ്ടി പേപ്പറുകളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒന്ന് ക്ലാസിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പമ്പാണ്. പിന്നെ നമ്മുടെ കിർലോസ്കറിൻ്റെ ഉണ്ട്, ഡെക്കാൻ്റെ ഉണ്ട്, ടെക്സ്മോ അക്വാടെക്സിൻ്റെ ഉണ്ട്, കൂടാതെ മഹേന്ദ്രയുടെ ഉണ്ട്. ഇത്രയും പമ്പുകളുടെ ഒരു കമ്പാരിസനാണ് ഞാൻ ഈ വാറണ്ടി പേപ്പറുകളുടെ കമ്പാരിസനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിലെല്ലാ പമ്പുകൾക്കും 1 ഇയർ ആണ് പറയുന്നത്. ഈ പമ്പിന് മാത്രം 2 ഇയർ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് ക്ലോസുകൾ ഇവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇത് മൊത്തം വാങ്ങിച്ചിട്ട് ഒരു കസ്റ്റമർക്ക് ഒരു മോട്ടോർ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം ഇത് വായിക്കാൻ തന്നെ വേണം. അപ്പോൾ ഞാൻ ഇതിലെ മെയിൻ പോയിൻറ്റ്സ്, കുറച്ച് കാര്യങ്ങൾ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനൊരു പേപ്പറിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. എന്നിട്ട് ഇതിൽ ചില കമ്പനികൾക്ക് മാത്രം ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർക്ക് ഫേസ് ചെയ്യേണ്ട വന്നൊരു ബുദ്ധിമുട്ടാണ്. ഒരു 2 വർഷം വാറണ്ടി ഉള്ളൊരു പമ്പ് ആൾ പർച്ചേസ് ചെയ്തു. ഞാനും 2 വർഷം എന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന ആ പ്രത്യേക കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് 2 വർഷം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കസ്റ്റമർക്ക് ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് 1 വർഷം അദ്ദേഹം കഴിഞ്ഞു. അതായത് 2 വർഷം പറഞ്ഞതിൽ 1 വർഷം കഴിഞ്ഞിട്ട് ആണ് ആ മോട്ടർ കംപ്ലൈൻറ്റ് വന്നത്. അതിന് വൈൻഡിങ് ഫോൾട്ടായിരുന്നു. അപ്പോൾ വൈൻഡിങ് ഫോൾട്ടായി അതിൻ്റെ സർവീസ് സെൻ്ററിലായിട്ട് ബന്ധപ്പെട്ടു. അവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, കസ്റ്റമറോട് പറഞ്ഞു വാറണ്ടി പേപ്പറിൽ 5ാമത്തെ ക്ലോസ് വായിച്ചു നോക്കാൻ. അപ്പോൾ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് 5ാമത്തെ ക്ലോസ് വായിക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ചു നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും അറിഞ്ഞോട്ടെ, എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കാം. ആദ്യം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ 5 എണ്ണത്തിലും ഈ 5 ബ്രാൻഡുകളിലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. വാറണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി നമുക്ക് വാറണ്ടി പേപ്പറും GST ബില്ലും നിർബന്ധമാണ്. അതിൽ നിങ്ങൾ മാക്സിമം പമ്പ് ബില്ല് ചെയ്യാൻ നേരത്തെ അതിൻ്റെ സീരിയൽ നമ്പർ അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വാറണ്ടി പേപ്പർ സൂക്ഷിച്ച് വയ്ക്കുക. ചിലർക്ക് ഈ കോമൺ ആയിട്ട് ഈ ബ്രാൻഡുകൾക്കൊന്നും വാറണ്ടി പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങളൊരു GST ബില്ല് സൂക്ഷിച്ച് വെച്ചാൽ മതി. വിത്ത് സീരിയൽ നമ്പർ ഉള്ള ഒരു GST നമ്പർ സൂക്ഷിച്ച് വെച്ചാൽ മതി. എന്നാൽ ചില ബ്രാൻഡുകൾക്ക് ഒരു കൂപ്പൺ കീറി എടുക്കുന്ന പോലത്തെ സിസ്റ്റം ഉണ്ട്. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ആ പേപ്പർ ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്കുക. അതിൻ്റെ പേരിൽ വാറണ്ടി കിട്ടാതെ വന്ന കേസുകളുമുണ്ട്. അപ്പോൾ വാറണ്ടി പേപ്പർ, GST ബില്ല് സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ മണൽ കയറിയ ഒരു പമ്പിൻ്റെ അകത്ത് മണൽ കയറി അതിൻ്റെ സീലിനോ മറ്റ് കാര്യങ്ങൾക്കോ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും കോമൺ ആണ്. ഇംപ്രോപ്പർ സെലക്ഷനും തെറ്റായിട്ടുള്ള യൂസേജ്, നിങ്ങളുടെ ഇലക്ട്രിക്കൽ കണക്ഷൻ കാരണം, ഇപ്പോൾ 3 ഫേസ് മോട്ടറാണെങ്കിൽ 2 ഫേസിൽ ഓടി കംപ്ലൈൻറ്റ് വരിക, അല്ലെങ്കിൽ മേളിൽ വെക്കുന്ന പമ്പാണെങ്കിൽ മോട്ടറിൻ്റെ അകത്ത് വെള്ളം കയറുക, മിസ് ഹാൻഡിൽ ചെയ്യുക, താഴെയിട്ട് പൊട്ടിക്കുക, അങ്ങനെയുള്ള കേസുകൾക്കൊന്നും വാറണ്ടി കിട്ടില്ല. ഇനി ചില കമ്പനികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് കസ്റ്റമറുടെ അടുത്ത് ചാർജബിളാണ്, കസ്റ്റമർ ചാർജ് കൊടുക്കണം. പിന്നെയുള്ള കേസ് സർവീസ് ചാർജിൻ്റെ കാര്യമാണ്. സർവീസ് ചാർജ് കോമൺ ആയിട്ട് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. എല്ലാവരും സർവീസ് ചാർജിൻ്റെ കാര്യങ്ങൾക്ക് തർക്കിക്കാറുണ്ട്. ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്, അല്ലെങ്കിൽ 2 ഇയർ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാറണ്ടി കിട്ടും. വാറണ്ടി എന്തിനാണെന്ന് വെച്ചാൽ പമ്പിൻ്റെ മാനുഫാക്ചറിങ് കംപ്ലൈൻറ്റുകൾക്കാണ് വാറണ്ടി. നമ്മളതൊരു തെറ്റായ രീതിയിൽ ഫിറ്റ് ചെയ്യേണ്ടതോ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലർക്ക് പറ്റുന്നതാണ് അതിൻ്റെ കണക്ഷൻ. ഇപ്പോൾ ഒരു 500 മീറ്ററോ 600 മീറ്ററൊക്കെ ദൂരത്തുനിന്ന് കണക്ഷൻ വരാൻ നേരത്ത് പ്രോപ്പറായിട്ട് വോൾട്ടേജ് കിട്ടില്ല, നമ്മുടെ ലൈനിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും കംപ്ലൈൻറ്റുകൾ വരും. സെക്ഷനിൽ എയർ എടുക്കുക, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾക്ക് അത് കമ്പനി മാനുഫാക്ചറിങ് കംപ്ലൈൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ പമ്പിൻ്റെ ഇമ്പലറിൻ്റെ അകത്ത് മണ്ണ് കയറുക, ചെളി കയറി അടഞ്ഞു പോവുക, അതേപോലെയുള്ള കേസുകളിലെല്ലാം അത് കമ്പനി വാറണ്ടിയിൽ വരുന്നതല്ല. അങ്ങനെയുള്ള കേസുകളിൽ സർവീസ് ചാർജ് വരാറുണ്ട്. അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, കാരണം നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ്. അത് നിങ്ങളും കുറച്ച് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ഇത് അടുത്തുള്ള സർവീസ് സെൻ്ററിലേക്ക് എത്തിക്കേണ്ടത് കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ്. ഇതും എല്ലാ കമ്പനികൾക്കും കോമൺ ആണ്. ഏറ്റവും അടുത്തുള്ള ഡീലറുടെ അടുത്തോ അല്ലെങ്കിൽ അവർ പറയുന്ന സർവീസ് സെൻ്ററിലോ അത് കസ്റ്റമർ തന്നെ അതിനുള്ള ചാർജ് പേ ചെയ്ത് എത്തിക്കണം എന്നാണ് എല്ലാവരുടെയും റൂള്. അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ഓതറൈസ്ഡ് ആളല്ലാത്ത, കമ്പനി ഓതറൈസ്ഡ് അല്ലാത്ത ഒരാൾ മോട്ടർ അഴിച്ച് പണിയുന്നത്, അതായത് പമ്പ് സൈഡിൽ ചെളി കയറുക, മണൽ കയറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് കോമൺ ആയിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്കോ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മോട്ടറിൻ്റെ വൈൻഡിങ് ഒരിക്കലും വൈൻഡിങ് സൈഡ് നിങ്ങൾ അഴിച്ച് അതിൽ ടാമ്പർ ചെയ്യാൻ നോക്കരുത്. അതിന് വാറണ്ടി കിട്ടില്ല.
പിന്നെ നാച്ചുറൽ കലാമിറ്റീസ് പോലെ വെള്ളപ്പൊക്കം പോലെയുള്ള കേസുകൾക്കൊന്നും ഒരു കമ്പനികളും വാറണ്ടി തരുന്നില്ല, അതും ഓക്കെയാണ്. പമ്പിൻ്റെ സീരിയൽ നമ്പറോ കാര്യങ്ങളോ ടാമ്പർ ചെയ്യാതെ നോക്കുക. നിങ്ങൾ അതിൻ്റെ സീരിയൽ നമ്പർ തിരുത്തി എഴുതാനോ സീരിയൽ നമ്പർ മാച്ച് കളയാനോ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത്. അതിനും വാറണ്ടി കിട്ടില്ല എന്നുള്ളതും അതും എനിക്ക് അക്സെപ്റ്റബിൾ ആണ്. ഇനി എന്നോട് വായിക്കാൻ പറഞ്ഞ 5ാമത്തെ ക്ലോസ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതിൽ എഴുതിയേക്കുന്നത് വൈൻഡിങ് ഫെയിലിയർ ഇൻ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ വിൽ ബി കവേർഡ് അണ്ടർ വാറണ്ടി അപ് ടു 1 ഇയർ ഇൻ ദ ഫസ്റ്റ് ഇയർ ആൻഡ് വാറണ്ടി നോട്ട് ആപ്ലിക്കബിൾ ഫോർ വൈൻഡിങ് ഫെയിലിയർ ആഫ്റ്റർ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. അതായത് 2 വർഷം വാറണ്ടി പറയുന്ന പമ്പിന് 1 വർഷത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഈ വൈൻഡിങ് കംപ്ലൈൻറ്റ് വന്നാൽ ഫ്രീ ആയിട്ട് ചെയ്തു തരുള്ളൂ. വൈൻഡിങ് കംപ്ലൈൻറ്റ് വരുന്നത് 1 വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ചാർജ് കിട്ടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ബാക്കിയുള്ള ചില ഇതിൽ മാത്രം ഒരു പ്രത്യേകതയായിട്ടുള്ള ചില ക്ലോസുകളായാണ് ഞാൻ ഇത് തന്നെ എടുത്ത് വായിക്കുന്നത്. അതായത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ 2 ഇയർ വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇവർ എഴുതിയിരിക്കുന്ന 3ാമത്തെ കാര്യം, നമ്പർ ഓഫ് ഫ്രീ സർവീസസ് ഈസ് ലിമിറ്റഡ് ടു 2 വിത്തിൻ ദ വാറണ്ടി പീരീഡ് ഓഫ് 2 ഇയേഴ്സ്. അതായത് 2 വർഷത്തിനിടയ്ക്ക് 2 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ 2 തവണ നിങ്ങൾക്ക് സർവീസ് കിട്ടുള്ളൂ. ഇൻ കേസ് 2 ഫ്രീ സർവീസ് ക്ലെയിംഡ് ബിഫോർ കംപ്ലീഷൻ ഓഫ് വാറണ്ടി പീരീഡ്. അതായത് വാറണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പോ അതിന് മുമ്പോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ 2 സർവീസ് അറ്റൻഡ് ചെയ്തു, നിങ്ങളുടെ വാറണ്ടി കഴിഞ്ഞു. ഫ്രീ സർവീസ് ഓഫർ ഗെറ്റ് സീസ് ദെയർ ആഫ്റ്റർ. ദിസ് ഇൻക്ലൂഡ്സ് ഓൺലി 1 ഫ്രീ വൈൻഡിങ് ആൻഡ് 1 ഫ്രീ സർവീസ്. അതായത് 1 ഫ്രീ സർവീസും 1 ഫ്രീ വൈൻഡിങ്ങും അതേ ഉള്ളൂ ഈ 2 വർഷത്തിനുള്ളിൽ വരുന്ന കേസുകളിൽ. പിന്നെ ബാക്കിയുള്ളതൊക്കെ കോമൺ ആണ്. മാനുഫാക്ചറിങ് കംപ്ലൈൻറ്റുകൾക്കാണ്. പിന്നെ മെക്കാനിക്കൽ സീൽ ഫെയിലിയർക്ക് കിട്ടില്ല. പിന്നെ ഡ്രൈ റണ്ണായിട്ട് മോട്ടർ ഓടിക്കഴിഞ്ഞാൽ കിട്ടില്ല, കാരണം സീല് കംപ്ലൈൻറ്റ് വരാം. അതും ബാക്കിയുള്ളതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. നമ്മൾ ഈ വാറണ്ടിയുടെ വർഷം കൂട്ടുന്തോറും കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്, കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ്. അതായത് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം വാറണ്ടിയുള്ള പമ്പ് എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു പീസ് ഓഫ് മൈൻഡാണ്. നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നാൽ കമ്പനിക്കാർ നോക്കുമല്ലോ, നമുക്ക് വേറെ ചാർജസ് വേണ്ടല്ലോ, ഇപ്പോൾ ഒരു 1000 രൂപ കൂടുതൽ കൊടുത്താലും പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ അവർ നോക്കിക്കോളും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ 2 വർഷം എന്നൊക്കെ പറഞ്ഞ് മത്തങ്ങ വർഷത്തിൽ നമ്മൾ അതിൻ്റെ പുറത്ത് എഴുതി വയ്ക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇങ്ങനെ ഞാൻ അപ്പോൾ ആ ചേട്ടനോട് എൻ്റെ കസ്റ്റമറോട് എനിക്കൊരു ഉത്തരം പറയാൻ പറ്റാതെ പോയി. കാരണം ഇതെല്ലാം ഞാൻ വായിക്കേണ്ടതായിരുന്നു. നോർമലി ആരും വായിക്കാറില്ല. ഏത് ഡീലറോടും ഒരു കമ്പനിക്കാരോട് ചോദിച്ചാൽ തന്നെ അവർ വായിക്കേണ്ടവർക്ക് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ 18 ക്ലോസുകൾ എഴുതി വെച്ചേക്കുന്ന 18 കാണാപ്പാടം ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നോക്കേണ്ടതായിരുന്നു, നോക്കിയിട്ടില്ല. കസ്റ്റമറോടും പറയാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ അടുത്തുനിന്ന് വന്ന നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പറയുന്ന അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ മോട്ടോർ വാങ്ങുന്നത്. പലപ്പോഴും നമ്മളിത് പൊട്ടിച്ചു പോലും നോക്കാറില്ല. ചില പമ്പുകൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വന്ന പിന്നെയാണ് പമ്പുകളെല്ലാം ടെസ്റ്റ് ചെയ്യാനും പമ്പുകളെല്ലാം ചെക്ക് ചെയ്യാനും പല ബ്രാൻഡുകൾ ഒഴിവാക്കാനുള്ളൊരു കാര്യങ്ങളിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, 1 വർഷമാണ് വാറണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രോപ്പറായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ വെറുതെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം 2ഉം 5ഉം വർഷങ്ങൾ എഴുതി വെച്ച് കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഒരു മോട്ടർ വാങ്ങാൻ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന പോലെ മൊത്തം ക്ലോസുകളും വായിച്ച് ഇപ്പോൾ ചില കമ്പനികൾക്ക് 17 ക്ലോസ് ഉണ്ട്, ചില കമ്പനികൾക്ക് 19 ക്ലോസ് ഉണ്ട്. ഇത് മൊത്തം വായിച്ച് കഴിഞ്ഞിട്ട് ഒരു മോട്ടർ എടുക്കൽ പ്രാക്ടിക്കലല്ല. അതെല്ലാം ഇംഗ്ലീഷിലാണ്, നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഭാഷയിലുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇവർ 2 വർഷം വാറണ്ടി എന്ന് എഴുതിയേക്കുന്നതിൻ്റെ താഴെ തന്നെ വേണമെങ്കിൽ അവർക്ക് എഴുതി വയ്ക്കാം 1 തവണ ഫ്രീ വൈൻഡിങ്, 1 തവണ ഫ്രീ സർവീസ്, അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ എഴുതി വയ്ക്കാം. കാരണം ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ 2 വർഷം വാറണ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ ഒരു ചെറിയ പ്രശ്നം നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ് വീഡിയോ ചെയ്തത്. ഞാൻ എൻ്റെ കസ്റ്റമറോട് പറഞ്ഞത് അതിൻ്റെ ചാർജ് ഞാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. കാരണം എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റായിട്ട് ഞാനത് മനസ്സിലാക്കുന്നു. ഇനി ഒരാൾ ഈ പമ്പുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡ് എടുത്താലും അതിൻ്റെ കഴിവെങ്കിൽ അതിൻ്റെ വാറണ്ടി പേപ്പർ ഇവർ പറയുന്ന പോലെ 5ാമത്തെ ക്ലോസ് 6ാമത്തെ ക്ലോസൊക്കെ മൊത്തം ഇരുന്ന് വായിച്ചിട്ട് മോട്ടർ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കമ്പനിക്കാരോട് പറയാനുള്ളത് മാക്സിമം കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. ഈ ഒരു കസ്റ്റമേഴ്സിനെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് ഞാൻ ഇനി ഒരു മോട്ടർ എടുക്കണില്ല, ഒരു ബ്രാൻഡ് ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാണ്, പണ്ടേ വേണ്ടെന്ന് വെച്ചതാണ്. ഇനി എത്ര ചാൻസ് കിട്ടിയാലും എത്ര ഓഫറുകൾ വന്നാലും ഞാനൊരു ബ്രാൻഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പല ബ്രാൻഡുകളും ചെയ്യേണ്ടെന്നുള്ള തീരുമാനങ്ങളിൽ എത്തുന്നത് ഇതേപോലെ തന്നെയാണ്. ആ ഒരു കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടിലുണ്ടാകാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 6 മാസമാണോ വാറണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. പ്രോപ്പറായിട്ട് 6 മാസത്തേക്ക് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ലോ വോൾട്ടേജ് വരുന്ന സ്ഥലങ്ങളിൽ മോട്ടർ കംപ്ലൈൻറ്റ് വരുന്നത് കോമൺ ആണ്. അത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം അവരുടെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എങ്കിലും എന്താ പറയുക, കംപ്ലൈൻറ്റുകൾ വന്നു പോകുന്നതാണ്. വെറുതെ അനാവശ്യമായിട്ട് വാറണ്ടി പീരീഡ് കൂട്ടിവെച്ച് അവരതിലേക്ക് അട്രാക്ട് ചെയ്ത് സാധനങ്ങൾ എടുപ്പിച്ചിട്ട് പിന്നീട് ഒരു വാറണ്ടി ക്ലെയിം ചെയ്യാൻ നേരത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ നിർത്തണം. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കസ്റ്റമർ പോലും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. നമുക്കുള്ള കസ്റ്റമേഴ്സ് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.